സറഫാന്റെ പുതിയ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അവനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്തത് കൂടാതെ എൻ്റെ 2 ബന്ധുക്കളെ കൂടി ഞാൻ ടാർഗറ്റ് ചെയ്തിരുന്നു. അതായത് തട്ടത്തുമലയിലുള്ള 2 ബന്ധുക്കളെ. 8 പേരെയാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 5 പേര് മരിച്ചു. ഉമ്മ ആശുപത്രിയിൽ കഴിയുന്നു. 2 പേർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. പക്ഷേ അവൻ മൊഴിയിൽ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അനിയനെ കൊന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച അവശനായി. ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതെ, ആ മൊഴി നമ്മൾ എപ്പോഴും അവൻ്റെ കുറ്റസമ്മത മൊഴി അത് കോടതി അംഗീകരിക്കത്തില്ലെങ്കിലും പോലീസിന് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആ കുറ്റസമ്മത മൊഴി കൂടെ പോലീസ് സഞ്ചരിക്കാതിരിക്കാൻ ഒക്കില്ല. അപ്പോൾ ഈ 2 പേരെയും കൂടെ കൊല്ലാൻ ബാക്കി വെച്ചു. അവനെ ക്ഷീണിതനല്ലായിരുന്നു, അവരെയും കൊന്നേനെ. പക്ഷെ അതിൽ നിന്ന് മാറി സഞ്ചരിച്ചു അവനെന്ന് നമുക്കിപ്പം പറയാൻ പറ്റില്ല. കാരണം ഞാൻ വീണ്ടും ഈ കാര്യത്തിൽ ചന്താമരയിലോട്ട് പോകും. ഇവനെ പോലെ അയാൾ നിരാശനാണ്. പുഷ്പയെ കൊല്ലാൻ പറ്റിയില്ല, അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അതുപോലെ അയാളുടെ മകളെ കല്യാണം കഴിച്ച പോലീസുകാരനെയും കൊല്ലണം അവന്. ഇപ്പോഴേ അവനൊരു വക്കീൽ വന്നപ്പോഴാണ് സ്വല്പം മൈൻഡ് മാറിയത്. പക്ഷെ അവനെ ജയിലിൽ നിന്ന് വന്ന് പാരോളിൽ വന്നാലും ശരി ഇനിയും കൊലപാതകം നടക്കും. അയാളുടെ മൈൻഡ് അങ്ങനെയാണ്. അതെങ്ങനെ അങ്ങനെ ഒരു മൈൻഡ് വന്നത്? അതൊക്കെ വളരെ ഡീപ്പായിട്ട് പോലീസ് പഠിക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ആരാ ഇത് പഠിക്കുന്നത്? പോലീസിന് അത് വേറെ ഒരാൾ സയൻറ്റിഫിക് ആയിട്ട് ഇങ്ങനെ സൈക്കോളജിയും സൈക്കാട്രിയൊക്കെ വന്ന് പഠിച്ച ആ പഠനമൊക്കെ ഞാൻ ഒത്തിരി കണ്ട. അതുകൊണ്ടൊന്നും ഒരു ഗുണം ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ പോലീസിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ള ഒരാൾ അത് അന്വേഷിച്ചാൽ, അല്ലാതെ ഇപ്പോൾ അവിടെ ഒരു DOSP അന്വേഷിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അവൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെ വരാൻ കാരണം എന്ത്? ആരൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ? അമ്മയാണോ? അതിൽ അയലോക്കംകാരാണോ? ഇവനൊരു ഗോഡ് ഫാദർ ഉണ്ടോ? മന്ത്രത്തിലും മാജിക്കിലും അല്ലെങ്കിൽ ആഭിചാരക്രിയക്കോ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരി, അങ്ങനെ ആഭിചാരക്രിയക്കോ ഒരു മന്ത്രവാദിയോ ഉസ്താദോ ആരോ അവന് കൂടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. സാറ് പറഞ്ഞ പോലെ ഒരു പക്ഷേ ഉണ്ടാകാം, ഉണ്ടായിട്ടില്ല എന്നും വരാം. അങ്ങനെയെങ്കിൽ അവൻ ടാർഗറ്റ് എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ല? അപ്പോൾ പറഞ്ഞല്ലോ 2 ബന്ധുക്കളെ കൂടി ഞാൻ ബാക്കി വെച്ചുവെന്ന്. അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാം ചെയ്തിട്ടാണല്ലോ ഒരുപക്ഷെ കീഴടങ്ങുക, അല്ലെങ്കിൽ ഇവൻ മരിക്കാൻ പോവുക. ഇവിടെ അനിയനെ കൊന്നപ്പോൾ തളർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നിൽ ആളുണ്ട് എന്ന് എന്തടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും? അല്ല, അത് നമ്മൾ ഇവനെ ഓരോ കൊലപാതകവും നോക്കിക്കഴിയുമ്പോൾ ഒരു മനുഷ്യന് എത്ര കൊലപാതകം ഒരു ദിവസം ചെയ്യാൻ പറ്റും? ഇവൻ പോലീസ് റിപ്പോർട്ട് അവനറിയാം ഇത് പെട്ടെന്ന് പോലീസിലെത്തും, അല്ലെ കണ്ടുപിടിക്കും. കാരണം വല്യമ്മയെ കൊന്നതിനകത്ത് സ്വല്പം പാളിച്ച പറ്റിപ്പോയി, അത് അവന് തോന്നിയിട്ടുണ്ടാവും. അവൻ ആ പാളിച്ചെന്ന് പറഞ്ഞാൽ പട്ടാളക്കാരന് CRP-കാരന് ആ അങ്കിളിൻ്റെ വിളിയാണ്. മൈൻഡ് മാറി. അത് അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. ആള് ക്ലവർ. ഇവനെ സംബന്ധിച്ച് ഈ കൊച്ചുമോനെ അല്ലെങ്കിൽ സഹോദരൻ്റെ മകന് അയാൾ കാണുന്ന ഒരു കൊച്ചു മകനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാളെ സ്വതവേ പട്ടാളമാണ്, ഇവൻ്റെ നീക്കങ്ങളൊക്കെ കുറേയൊക്കെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അയാൾ വിളിച്ചിരിക്കുന്നത് അമ്മയെ കൊന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ മനസ്സ് അവൻ തോന്നി അവരെ 2 പേരും കൊല്ലണമെന്ന്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷേ അങ്ങനെ അവരെ കൊല്ലാനായിട്ട് തീരുമാനിച്ചത് എന്തിനാണ് തൻ്റെ അനിയനെ കൊല്ലാൻ പോയത്? അതിന് ശേഷം വന്നിട്ടില്ല അനിയനെ കൊന്നത്. അതിന് ശേഷം വന്നിട്ടില്ല ഇവന് മാല കൊടുത്ത ആ പെങ്കൊച്ചിനെയും കൊന്നത്. അവൾ വലിയ സന്തോഷിച്ച് ഇവൻ്റെ വീട്ടിൽ വന്ന് കയറുന്ന ആ CCTV ദൃശ്യം നമ്മൾ കാണുമ്പോൾ ആ കൊച്ചെന്ത് ഉത്സാഹത്തിലാണ് വരുന്നത്. 20 വയസ്സല്ലേ ഉള്ളൂ. അപ്പം ഇത് മലയാളികളായ പെൺകൊച്ചുങ്ങൾ ഇത് ശ്രദ്ധിക്കണം. കാരണം ചതിക്കപ്പെടും. അവർ 21 വയസ്സ് കഴിഞ്ഞ് സോബർ മൂഡ്, നല്ല ബുദ്ധിയും ബോധം വന്ന ശേഷം മാത്രമേ ഒരു പുരുഷനെ പറ്റി ചിന്തിക്കാവുള്ളൂ ഞാൻ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കത്തെല്ലാം വികലമായ ചിന്തയും എങ്ങും ചെന്ന് അവരുടെ ലൈഫേ സ്പോയിലായിപ്പോകും. അവർക്ക് നല്ല ബുദ്ധിയും വരും. ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ 15, 2, 17, 20, 21 വയസ്സ് കഴിയുമ്പോൾ തന്നെ ചിന്തിക്കാൻ അറിയാം. ലോകം കുറേ കണ്ടു, കുറേ വായിച്ചു, കുറേ കണ്ടു. സ്വയം തീരുമാനം എടുക്കുന്ന വയസ്സായിട്ട് എടുക്കുകയുള്ളൂ. 12 വയസ്സ് മുതൽ ഈ അതും ഇതും കണ്ട് ഒരു പക്വതയില്ലാത്ത കുട്ടികൾ എടുത്തു ചാടി അവരുടെ ജന്മയെ പാഴാവും. എത്ര പേരെ നമ്മൾ കാണുന്നുണ്ട്. 9ാം ക്ലാസ് കുട്ടി 2-3 സ്ഥലത്ത് പ്രസവിച്ചില്ലേ? ആ കൊച്ചു എന്നിട്ട് ആത്മഹത്യ ചെയ്ത്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പന ഒരു കൊച്ചു 9ാം ക്ലാസ്സിൽ പ്രസവിച്ചു. തിരുവനന്തപുരത്ത് കോട്ടണൽ സ്കൂളിലെ കുട്ടികൾ പ്രസവിച്ചു. ഇതൊക്കെ പറയുമ്പം അതൊന്നും പറയാൻ പാടില്ല എന്നാണ് പലരും പറയുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ലേ?
അത് അസത്യമായ കാര്യമല്ലല്ലോ, സത്യമായി. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് പറ്റുന്നത്? അപ്പോൾ അവരെ നമ്മൾ ടൈം ചെയ്ത് ശരിയായില്ല. അല്ലെ, ആ കുട്ടിക്ക് കിട്ടിയ വിദ്യാഭ്യാസം എടുത്തു ചാടി സ്നേഹത്തിലും ലവ് അഫെയറിലും കാമുകനും കാമുകയൊക്കെ എന്തോ ത്രില്ല. അപ്പം റെസ്ട്രിക്റ്റ് ചെയ്യണം. 21 വയസ്സ് കഴിഞ്ഞിട്ടല്ലാതെ ഒരു പുരുഷനെ പറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പറ്റി ചിന്തിക്കരുത് കുട്ടികൾ. അത് കവിയൊക്കെ വലിയ പോഴ്ത്തി ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സുഖമായ ഇടപാടാണ് മനസ്സിൽ പറഞ്ഞ് വട്ടന്മാർ കവികൾ എഴുതി വെച്ചെന്നാണ് ഞാൻ പറയുന്നത്. കോൺട്രവേഴ്സ്യൽ ആകണ്ട. കാരണം അതൊന്നും ജീവിതത്തിൽ ഒരു 10,000 പേര് ലപ്പടിച്ചാൽ ഒരെണ്ണം ചിലപ്പം മരണം വരെ പോയെന്ന് വരും. ബാക്കിയെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മൾ ആലോചിച്ചെടുത്ത് വേണം തീരുമാനം. അതിന് പാകത വരണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 21 വയസ്സ്, അതാണ് ഇന്ത്യയുടെ കൺസെപ്റ്റ്. അങ്ങനെയാണ്. 15, 10ാം ക്ലാസ് വരെ 15 വയസ്സ്, 2ാം ക്ലാസ് +2 17 വയസ്സ്, ഡിഗ്രി 20 വയസ്സ്. 20 വയസ്സിന് അവൻ്റെ ചിന്ത മാറും. നേരത്തെ അവനെ ഒരു പൈലറ്റാണോ ചിന്തിച്ചവന് ജീവിത യാഥാർത്ഥ്യം മനസ്സിൽ അതിനൊന്നും നടക്കത്തില്ല. അവൻ സാധാരണ കൂലിപ്പണിക്ക് വരെ പോകും ജീവിക്കാൻ വേണ്ടി. അത് ഇവൻ്റെ ഒരു കള്ളം കൂടെ അവൻ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവനെ എവിടെയാണ് ഈ കല്യാണ സ്ഥലത്ത് ഇപ്പം പിള്ളേർ പോയി ഫുഡ് വിതരണം ചെയ്യാൻ 1000 രൂപ കിട്ടും ഇല്ലേ? ഞാൻ പറയും അതിന് കാറ്ററിങ്ങിന് വരെ അവൻ പോയെന്ന് പറയുന്നുണ്ട്. എനിക്ക് വിശ്വാസമില്ല അവനാണ് ജോലി ചെയ്യാൻ പോകുന്നത്. അവനെ അമ്മയെ വരട്ടി എക്സ്ട്രാക്ട് ചെയ്ത് മണി തട്ടിയെടുക്കുന്നവനാണ്. ചിലപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒത്തിരി കടം വന്നിട്ടുണ്ടാവും. അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് ചെറുപ്പം മുതൽ പണം കൊണ്ട് ഇങ്ങനെ കളിച്ച് ഈ ഇത്ര മർഡറിൽ ചെന്നിരിക്കുന്നു. അതാണ് അതിൻ്റെ. അതുകൊണ്ട് പേരൻസൊക്കെ പണത്തിന്, ഞാനൊക്കെ കോളേജിലും ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം അന്ന് ലെറ്ററിലാണ്, അന്ന് 350 രൂപയാണ് കണക്ക്. ചെന്നില്ല, അടുത്ത പൈസ വരില്ല. അലക്കുകാരൻ ഇത്ര, സിനിമ കണ്ട് എഴുതത്തില്ല, ഹോട്ടലിൽ ഇത് അല്ല ആ സിനിമ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് അതിന് പൈസ ഇല്ല. ആ കണക്ക് ചെല്ലണം കൃത്യമായിട്ടാണ്. നമ്മൾ 1ാം തീയതി ആകുമ്പം കണക്ക് ചെല്ലും, 5ാം തീയതി ആകുമ്പോൾ പൈസ വരില്ല, മണി ഓർഡർ വരില്ല. അത്ര ചിട്ടല്ല നമ്മളൊക്കെ വന്നിരിക്കുക. അത് വേണം. അത് എല്ലാം കൈവിട്ടു പോയില്ലേ. ഇപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ കിട്ടും. റോഡിൽ കൂടെ നടക്കുന്നവനൊക്കെ പൈസ കിട്ടും. ഒരു പൈസയും വേണ്ട, അധ്വാനിക്കണ്ട. സാറേ ഒന്നും കഴിച്ചില്ല, ഒരു ഊണിന് 50 രൂപ കൊടുക്കും. നമ്മൾ അങ്ങനെയാണ് കേരളത്തിലെ ആൾക്കാരെ വളർത്തി വെച്ചിരിക്കുന്നത്. പിന്നെ പൈസ എല്ലാം മേടിക്കണ്ട, പാട്ടപ്പിരിവ്, മറ്റേ പിരിവ്, മറിച്ച പിരിവ്. ക്രൗഡ് എന്താ പറയുന്നത്, ക്രൗഡ് ഫണ്ട് കേട്ടിട്ടുണ്ടാ? കുറെ ബുദ്ധിജീവികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രൗഡ് ഫണ്ടിങ് ആണ്. എൻ്റെ അടുത്ത് നിന്ന് പൈസ ചോദിച്ചു, ക്രൗഡ് ഫണ്ടിങ്. ഞാൻ പറയും ഇനി മേലെ ചോദിക്കുക, ഇപ്പം തരാം. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ 20 രൂപ 50 രൂപ കൊടുത്താൽ മതി. എത്രായിരം പേരെ നിന്നാണ് പൈസ അവൻ്റെ അക്കൗണ്ടിലോട്ട് വരുന്നത്. മലയാളി ഫ്രോഡാന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഉഗ്രം ഫ്രോഡ്. ഇത്രയും വലിയ ഫ്രോഡ് മലയാളി ഞാൻ കണ്ടിട്ടില്ല ലോകത്തിൽ. അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പിന്തുണ. ഓക്കെ, ഇവിടെ സാറ് പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അഫാനും ഇതേപോലെ ബന്ധുക്കളോട് പണം ചോദിച്ചു. അവർ കൊടുക്കാത്തത് വൈരാഗ്യത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. അപ്പൊ പണം കൊടുക്കാതിരിക്കുമ്പോൾ അത് വൈരാഗ്യം ഉണ്ടാക്കുന്നുണ്ട്. അത് അവൻ പറയുന്നതല്ലേ. അങ്ങനെ കേരളത്തിലാണ് എല്ലാവരും കൊല്ലേണ്ടി വരും. ഞാൻ എത്ര പേരോട് ചോദിച്ചിട്ടുണ്ട്, അവരെ എനിക്ക് കൊല്ലാൻ പറ്റുമോ? അത് നമ്മുടെ സംസ്കാരം, വിദ്യാഭ്യാസം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ശിക്ഷണം, അങ്ങനെ മാറുള്ളൂ. അല്ലാതെ കാണുന്നതിനൊക്കെ പൈസ വെച്ചിട്ട് അവനെ കൊല്ലാൻ നടക്കുന്നവർക്ക് വട്ടനെന്നല്ലേ പറയുന്നത്. അവൻ നോർമൽ ചൈൽഡാണെന്ന് നാട്ടുകാരും വീട്ടുകാരും പറയുന്നെങ്കിൽ അവന് വേറെ ആരോ ഉണ്ട് അവനെ നിർബന്ധിച്ച് ഇതിലേക്ക് ട്രാക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ അത് അംഗീകരിക്കാതെ വരുന്നത്. ഇത് എത്ര കുറ്റച്ചാർജ്, എത്ര സിസ്റ്റമാറ്റിക് അന്വേഷിച്ചാലും ഓരോ കേസും പൊരുത്തപ്പെടുന്നില്ല, മോട്ടീവ് പൊരുത്തപ്പെടില്ല. ഇപ്പോൾ ഏകദേശം അവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കേസിൽ മാത്രമാണ്, മുത്തശ്ശേക്ക് വന്ന കേസിൽ. ഇനിയും 4 കേസുകളുണ്ട്. ഇപ്പോൾ 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യണം. അത് എങ്ങനെ പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് പോകും? മോട്ടീവ് അത് കൺഫ്യൂഷനാണ്. മോട്ടീവ് പറയണ്ടേ? ഒന്നാമത് ഇതിനകത്ത് കൊല്ലുന്ന കണ്ടവരാരുമില്ല. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, സാഹചര്യ തെളിവിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമുണ്ട്. മോട്ടീവ് വേണം. അതില്ലെങ്കിൽ കേസ് കിട്ടും. സാഹചര്യത്തിലുള്ളതെല്ലാം ഉണ്ടല്ലോ. എന്ത് സാഹചര്യത്തിൽ? ആര് പറയും? സാഹചര്യത്തിലുണ്ട്. അപ്പോൾ എന്തിനാ കൊന്നതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. സാഹചര്യത്തിൽ കൃത്യമാണ്, നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ സാഹചര്യത്തിലുള്ള കേസിനകത്ത് കൊന്നത് എന്തിനാന്ന് പോലീസ് പറയണം. അപ്പോൾ വല്യമ്മയെ കൊന്നത് പൈസ തരാഞ്ഞിട്ടാണ്. വല്യപ്പനെ അപ്പൻ്റെ ചേട്ടനെ മറ്റേ കൊന്ന്, അന്നേരം ഞാൻ അവൻ്റെ വക്കീലാണെങ്കിൽ ഇത് എടുത്തുകൊണ്ട് ആയിരാക്കും. മറ്റേതിനകത്ത് മോട്ടീവ് ചെയ്താ പറഞ്ഞിരിക്കുന്നതാണ്. സംഗതി പാളും. പോലീസിനകത്ത് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ കേസ് വിട്ടുപോകും. കാരണം മോട്ടീവ്
കൊല്ലുന്ന കണ്ട ആൾക്കാരുണ്ട്, സാക്ഷി പറയും ഞാൻ കണ്ടു സാറേ കത്തിയെടുത്ത് കുത്തുന്ന കണ്ടു. അല്ലാത്തത് മുഴുവൻ സാഹചര്യത്തിൽ ബിൽഡ് ചെയ്യുമ്പോൾ മോട്ടീവ് മാത്രം. എന്തിനാണ് കൊന്നത്? എൻ്റെ ഭാര്യയായിട്ട് ബന്ധമുണ്ട് അവന്, ഞാൻ കൊന്നു. മോട്ടീവ് കൃത്യമല്ലേ, ഞാൻ കൊന്നു. അല്ല ഞാൻ തങ്കപ്പനെ കൊല്ലേണ്ട കാര്യമുണ്ട്, ഭാര്യയായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് കൊന്നത്, മോട്ടീവാണ്. തങ്കപ്പനെ കൊന്ന് ചത്ത് കിടപ്പുണ്ട്, ആരാന്ന് അറിഞ്ഞുകൂടാ, വേറൊരുത്തനെ പിടിച്ച്. അവൻ എന്തിനാ ഇവനെ കൊല്ലുന്നത്? ഇപ്പം തന്നെ നമ്മൾ കണ്ടല്ലോ, അമ്മയുടെ കാമുകനെ അമ്മയുടെ ഭർത്താവും മകനോട് കൂടി ഇലക്ട്രിക് ഷോക്ക് വെച്ച് കൊന്നു. മോട്ടീവ് കൃത്യമല്ലേ? അപ്പം മോട്ടീവ് വളരെ ഇമ്പോർട്ടൻ്റ് ഈ കേസിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവൻ്റെ മുഴുവൻ മൊബൈൽ ഫോൺ നോക്കണം, ഇവന് ആരാണെന്ന്, ഇവൻ്റെ ക്യാരക്ടർ എന്താണ്, ആരാണ് ഇവനെ പ്രേരശക്തിയായി, ഇവൻ സ്വയം എടുത്ത് തീരുമാനമാണെങ്കിൽ അങ്ങനെ പറയട്ടെ. സ്വയം എടുത്ത് എത്ര വരെ കൊന്നു നടക്കാനാണ് ഇവൻ്റെ ജന്മം? കാണുന്നവരെല്ലാം കൊന്നു പോകുന്നു. ഇവിടെ അങ്ങനെ ഒരുത്തനുണ്ടായിരുന്നല്ലോ അബ്നോർമലായിട്ട്. ഒത്തിരി കണ്ട മാധവി എന്ന് പറഞ്ഞ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അവരുടെ മകൻ എപ്പോഴും പേന കത്തി കൊണ്ടുവരും. ഒരു 100 രൂപ ഇങ്ങനെ കൊടുത്തില്ല, പറഞ്ഞിട്ട് പോകും. അന്നേരം കുത്തും. എന്നിട്ട് അടുത്തവന് ചോദിച്ചു, അവനും കൊടുത്തില്ല, കുത്തും. ഉത്തരക്കണ്ട മാധവിയുടെ മകനാണ്. ഒരു ഫോട്ടോഗ്രാഫറെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് അയാൾ പൈസ വെച്ച് കൊടുത്തില്ല, ഒരു കുത്ത് ചത്തുപോയി. ബാക്കി കൈ പോറി വിടുകയുള്ളായിരുന്നു. ആ മർഡർ കേസ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഉത്തരക്കണ്ട മാധവിയുടെ മകൻ. അവനെന്തിനാ? മോട്ടീവില്ലേ? പൈസ കൊടുക്കാത്ത മോട്ടീവ് കൃത്യമല്ലേ? കുത്തി പോവും അവന്. എത്ര പേരെ ഇവൻ കുത്തിയിട്ടുണ്ടെന്ന് അറിയാം. രാത്രി ഇറങ്ങുന്നവരെ ഈ അൺസോഷ്യൽ എലിമെന്റ് ആയിരിക്കും മിക്കവാറും എല്ലാവരും കിട്ടിയിട്ടുണ്ട്. പലരും കുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫോർട്ടിലെ SI ഒക്കെ ആയിരുന്നു, എത്ര പേരുണ്ട്. അവരിപ്പോൾ ഉണ്ടോ മരിച്ചു പോയി കാണും. അപ്പോൾ മോട്ടീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. അത് പോലീസ് കൃത്യമായിട്ട് പറയണം, അത് കണ്ടുപിടിക്കണം. ഇതിനകത്ത് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് പോലീസിന്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ സാർ, ഓക്കെ.